അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും സുഖമല്ലേ? 1ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ട് ഇപ്പോൾ 2ാം ക്ലാസ്സിലെത്തിയായിരിക്കും അല്ലേ? വേറെ എന്തൊക്കെയാണ്? എങ്ങനെ നിങ്ങൾ പഠിപ്പൊക്കെ പോകുന്നത്? ഉഷാറായിട്ട് പോകുന്നില്ലേ? അപ്പോൾ 2ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെ പീരീഡാണല്ലേ? 2ാം ക്ലാസ്സിൻ്റെ സയൻസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. സയൻസിൻ്റെ നിങ്ങൾക്കൊരു പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുതിയൊരു ആപ്പാണ് NCERT ബുക്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് കിട്ടും. ഈ ആപ്പിൻ്റെ ഫോട്ടോ എല്ലാം കണ്ടില്ലേ? 1st to 12th ക്ലാസ് NCERT ബുക്സ് ആൻഡ് സൊല്യൂഷൻസ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്, നിങ്ങൾക്ക് പുസ്തകം എല്ലാവർക്കും ഇപ്പോൾ കിട്ടീനാ? PDF കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ആപ്പിൽ NCERTൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ഉണ്ട്. NCERTൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ഉറുദു ഉണ്ടാവും, നിങ്ങൾ പഠിക്കുന്ന സയൻസ്, മാത്സ്, ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റ്, അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ, അതിൻ്റെ നോട്ട്സുകൾ, ഏതൊക്കെയാണ് നോട്ട്സ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്, ഈ ആപ്പിലുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ആപ്പ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇതേപോലത്തെ ഒരു പേജിലാണ് പോവുക. കേട്ടോ, ഇവിടെ NCERT ബുക്സ്, NCERT സൊല്യൂഷൻ, NCERT നോട്ട്സ്, NCERT എക്സാംപ്ലർ, പിന്നെ സൊല്യൂഷൻസുകൾ, ബുക്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസറുകൾ, ഇതിൽ തന്നിട്ടുള്ള ആക്ടിവിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ, സാമ്പിൾ പേപ്പേഴ്സ്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റാണ് എടുക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് NCERT സൊല്യൂഷൻ്റെ 7ാം ക്ലാസ്സിലുള്ള സയൻസാണ് വേണ്ടത്. മാത്തമാറ്റിക്സ്, സയൻസ്, ഹണി കോംബ് ഇംഗ്ലീഷ്, സോഷ്യൽ, പൊളിറ്റിക്കൽ ലൈഫ്, അവർ പാസ്റ്റ്. കണ്ട, അപ്പോൾ 7ാം ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കാണിക്കും. ഇതിൽ നമുക്ക് സയൻസാണ് വേണ്ടത്. സയൻസിലെ ഫസ്റ്റ് പാഠം കണ്ട, ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. അത് ഞാൻ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കട്ടി കുറഞ്ഞിട്ടാണ്. ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം. ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്നുള്ള പാഠം. ഇതാണ് 2ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയല്ലേ? ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയല്ലേ. അപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരെ. പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ അതെന്താണെന്നുള്ള ഡിഫിനിഷൻ തരിക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് നോട്ട്സായിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങളെ നോട്ട്ബുക്കുകളിലേക്ക് മാറ്റിയെഴുതുകയും ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ചാപ്റ്റർ 1, ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങൾ, പ്ലാന്റ്സിലുള്ള, സസ്യങ്ങളിലുള്ള പോഷകം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിൽ ഫുഡ് എല്ലാ ജീവിക്കുന്ന ജീവികൾക്കും അത്യാവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, ഇതൊക്കെ ഫുഡിൻ്റെ കോമ്പണൻസുകളാണ്. ഈ കോമ്പണൻസുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദീസ് കോമ്പണൻസ് ഓഫ് ഫുഡ് ആർ നെസസറി ഫോർ അവർ ബോഡി ആൻഡ് ആർ കാൾഡ് ന്യൂട്രിയൻസ്. അപ്പോൾ ഈ ഭക്ഷണത്തിലുണ്ടാകുന്ന വിറ്റാമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഇവയൊക്കെ, ഈ ഫുഡിൻ്റെ കോമ്പണൻസുകളൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ സാധനങ്ങളാണ്. അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്രിയൻസ്, പോഷകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ എല്ലാ വസ്തുക്കൾക്കും ഭക്ഷണം അത്യാവശ്യമാണ്. അപ്പം പ്ലാന്റ്സുകൾ, നമ്മളെ സസ്യങ്ങൾ, അവ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ആനിമൽസുകൾ, മനുഷ്യനടക്കമുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവർ ഫുഡ് സ്വന്തം ഉണ്ടാക്കുന്നില്ല.
പ്ലാന്റ്സുകൾ അവർക്ക് വേണ്ടുന്ന ഫുഡ് സ്വന്തമായിട്ടുണ്ടാക്കുന്നു. മനുഷ്യന്മാരടക്കമുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഫുഡുകൾ സ്വന്തമായിട്ടുണ്ടാക്കുന്നില്ല. അവ എന്ത് ചെയ്യുന്നു, ആനിമൽസിൽ നിന്ന് പ്ലാന്റ്സുകളെയും തിന്നുകയാണ് അല്ലേ. ദേ ഗെറ്റ് ഇറ്റ് ഫ്രം, ആ ഭക്ഷണം പ്ലാന്റ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ആനിമൽസുകളിൽ നിന്ന് പ്ലാന്റ്സുകൾ തിന്നിട്ടോ ആ ഭക്ഷണം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരും മൃഗങ്ങളും ഡയറക്റ്റിലോ ഇൻഡയറക്റ്റിലോ, നേരിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരിട്ടല്ലാതെയോ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സുകളെ, സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവയ്ക്കുള്ള ന്യൂട്രിയൻസുകളെ അവരെന്ത് ചെയ്യുന്നു, കരസ്ഥമാക്കുന്നവരാണ് മനുഷ്യന്മാരും അതുപോലെ മൃഗങ്ങളും. അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എല്ലാ മൃഗങ്ങൾക്കും അത്യാവശ്യമാണ്. ആ ഫുഡിൻ്റെ കോമ്പണൻസ് ഓഫ് ഫുഡ്സ് ആർ നെസസറി ഫോർ അവർ ബോഡി ആൻഡ് ആർ കാൾഡ് ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കോമ്പണൻസുകളെ യാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സുകളിൽ എങ്ങനെയാണ് പോഷകങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സുകൾ എന്നുള്ളത് അവർ മാത്രമാണ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും മിനറൽസും ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ് പ്ലാന്റ്സുകൾ. അപ്പോൾ അവരുടെ സറൗണ്ടിങ്, അവരുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മിനറൽസും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ ഈസ് ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ഓർഗാനിസം ആൻഡ് ഇറ്റ് ഈസ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഓരോ ഓർഗാനിസവും അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തെ എടുക്കലും അവയെ ഉപയോഗിക്കുന്നതിനെയാണ്, അവയുടെ ശരീരങ്ങൾ അവയെ ഉപയോഗിക്കുന്നതിനാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗാനിസവും അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമുള്ളതാണ്. ചിലത് ഓട്ടോട്രോഫിക് ആയിരിക്കും, അഥവാ സ്വന്തം തന്നെ. ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം മേക്ക് ഫുഡ് ദംസെൽവ്സ് ആർ ഫ്രം സിമ്പിൾ സബ്സ്റ്റൻസസ് ഈസ് കാൾഡ് ഓട്ടോട്രോഫ്സ്. അഥവാ ചില ജീവികൾ അവരുടെ ഭക്ഷണത്തെ അവ സ്വന്തമായി ചെറിയ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്, ട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിഷ്മെൻറ്റ്. അപ്പോൾ സ്വന്തമായിട്ട് ന്യൂട്രീഷൻ ഉണ്ടാക്കുന്നതാണ് ഓട്ടോട്രോഫിക് അഥവാ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ആനിമൽസുകൾ എന്താണ്, മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഓർഗാനിസം റെഡിമെയ്ഡ് ആക്കി വെച്ചിട്ടുള്ള ഫുഡിനെ അവർ എടുക്കുകയാണ് ചെയ്യുക. The animals and most of the organisms taken in ready-made food prepared by the plants, they are called heterotrophs. അഥവാ ആനിമൽസും അതുപോലെ മറ്റു ഒരുപാട് ജീവികളും ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തെ അവർ എന്താണ് കഴിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭക്ഷണത്തെ ഈ ആനിമൽസും ഇതും കഴിക്കുന്നതിനാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതേഴ്സ്, മറ്റുള്ളവരുണ്ടാക്കിയ ഭക്ഷണത്തെ നമ്മൾ കഴിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ കുറേ ക്വസ്റ്റ്യൻസുകൾ ബാക്കിയുണ്ട്. പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഫുഡ് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ടോ, എവിടെ നിന്നാണ് അവയ്ക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസുകൾ കിട്ടുന്നത്, എങ്ങനെയാണ് അവയിലെ പ്ലാന്റ്സുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത്
മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പണൻസ് ഓഫ് ഫുഡ്സ് ആർ നെസസറി ഫോർ അവർ ബോഡി ആൻഡ് ആർ കാൾഡ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു. പിന്നെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഭക്ഷണം എടുക്കുന്നതിനെയും അത് അതിൻ്റെ ബോഡികൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിന് 2 മോഡ്സുകളാണുള്ളത്. ഒന്ന് ഓട്ടോട്രോപ്സ്, മറ്റൊന്ന് ഹെറ്ററോട്രോപ്സ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ചാപ്റ്റർ ഒന്ന് പഠിക്കുക. ഈ പറഞ്ഞ പോയിൻറ്റ്സുകൾ, ഈ 4 പോയിൻറ്റ്സുകൾ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതുക. പിന്നെ ഇതിൻ്റെ ഒരുപാട് PPT ഈ ക്ലാസ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ NCERT 7 സയൻസ് PPT അടിച്ചു കഴിഞ്ഞാൽ നല്ല PPT പ്രസൻറ്റേഷൻസുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.